ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 74. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൻ സീനായിരുന്നു അല്ലേ? വൻ സീൻ. ലൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർന്ന ലൈവായിരുന്നു. ലൈവ് ഭയങ്കര ലൈവായിരുന്നു. അതിൽ ലൈവിൽ ഒട്ടും ലൈവ് ആവാതിരുന്നത് ഷാനവാസ് മാത്രമേ ഉള്ളൂ. ഷാനവാസ് മറ്റേ സ്കീം മൈൻഡ് ഗെയിം അല്ലെങ്കിൽ മറ്റേ സ്കീം. ലാലേട്ട ഇവരെല്ലാം പൊട്ടന്മാരാണ്. ഞാൻ സൂപ്പറായിട്ട് ഞാൻ ബുദ്ധിരാക്ഷസന്റെ അതെ അല്ല, ഈ ഷാനവാസ് വിചാരിച്ചത് എന്താണെന്നറിയോ? ഇതൊരു അടിപിടി കച്ചറൊക്കെ ആകുമ്പോ ഈ ടാസ്ക് റദ്ദാക്കും. അതോടുകൂടി ഷാനവാസിന് എന്ത് പറയാം, നിങ്ങൾ ഫിസിക്കലൊക്കെ കളിച്ചു എനിക്ക് ഇനി അല്ലെങ്കിൽ ഇനി പ്ലേറ്റ് മറ്റേ മാതിരി മറിച്ചിടാം, ഞാൻ ഫിസിക്കലി വയ്യാത്തതുകൊണ്ട് ഞാൻ കളിച്ചില്ല. ഇത് ഏത് രീതിക്ക് വേണമെങ്കിലും ഷാനവാസിനെ മറിച്ചിടാം. അല്ലെങ്കിൽ പറയും ഞാനല്ല പ്രശ്നക്കാരെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാനൊന്ന് മാറി നോക്കിയതാണ്. ഇപ്പൊ മാറി എന്നപ്പോഴും കണ്ടോ ഗെയിം കോളായി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ സാധനവും പറയാൻ പോണേ. ഇതുപോയി പറഞ്ഞ ഐറ്റൊക്കെ ആയിരിക്കും പറയാൻ പോണത്. എന്താണെങ്കിലും അങ്ങനെ ഷാനവാസ് മാത്രം ലൈവ് ആവാതിരുന്നത്. രാവിലെ തന്നെ പാല് തൈരായി, തൈര് പാലായി, പാലും തൈരും തൈരും പാലുമായി. ആകമാനം പ്രശ്നങ്ങൾ. ഇന്നലെ രാത്രി ഇവർക്ക് കുറച്ച് മുട്ടയും പാലും കൊടുത്തു. അത് മുട്ടയും പാലും ചോദിച്ച് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുട്ടയും പാലും പ്രോട്ടീൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നെവിനോട് ഇരുന്ന് മുട്ടയും പാലും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സ്കീമിൽ കിട്ടിയൊരു ഐറ്റമാണത്. പക്ഷെ അത് വന്നപ്പോൾ 2 പാക്കറ്റ് പാലും മുട്ടയായിരുന്നു എന്നാണ്. പക്ഷെ അത് രാവിലെ പാല് ചിലപ്പോ കേട് വന്നതായിരിക്കാം. അനുമോളപ്പോൾ അനുമോളെ കയ്യിൽ നിന്ന് കേട് വന്നു എന്നുള്ളത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടി തൈരാക്കുകയാണെങ്കിൽ തൈരാക്കിക്കോട്ടെ, സ്കീമൊന്നുമില്ലല്ലോ, ആക്കുകയാണെങ്കിൽ ആക്കിക്കോട്ടെ എന്നുള്ള രീതിക്ക് 1 പാക്കറ്റ് തൈര് 1 പാക്കറ്റ് പാൽ ഇപ്പോൾ മാറി ഒഴിക്കൂലോ. ഇത് തൈരിന്റെ പാക്കറ്റും പാലിന്റെ പാക്കറ്റും ഇപ്പോൾ ഒരു മിൽക്ക് കേട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ഈ കളറൊക്കെ. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും സംഗതി അപ്പോൾ തൈരായി, അത് വിരിഞ്ഞു. അത് ആ ഒരു സ്കീം അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അതിന്റെ മുകളിൽ അനുമോളും പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ രാവിലെ കൊടുക്കാൻ പോയില്ല. അതിന്റെ പേരിൽ ലക്ഷ്മിയും അനീഷും തമ്മിൽ കച്ചറയി. ഇതിൽ കാണിച്ച പോലെയല്ല, ലൈവിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അത് ലക്ഷ്മി ടാർസന മുത്തയ്യ മുരളീധരന്റെയും മറ്റേ 2 കൂടി സങ്കരയിനാണ് ഇപ്പൊ അതിനകത്ത്. വള്ളിയും പിടിക്കണം, തിരിപ്പും വേണം. അതെ, ലക്ഷ്മി ഏതെങ്കിലും ഒരു മൂലക്കിൽ എന്തെങ്കിലും ഒരു വള്ളി ചാടിപ്പിടുത്ത. രാവിലെ വള്ളി കണ്ട ടാർസനും 4 ആള് തമ്മിൽ കച്ചറ ഉണ്ടാക്കുന്നത് കാണുമ്പോ അതിൻ്റെ ഉള്ളിൽ മുത്തയ്യ മുരളീധരൻ. കുത്തിത്തിരിപ്പ് വള്ളിപിടുത്തം, കുത്തിത്തിരിപ്പ് വള്ളിപിടുത്തം. അതാണ് ഇപ്പൊ ലക്ഷ്മിന്റെ ഒരു സ്കീം. അത് ഇതിനകത്ത് അതാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആട്ടോ ചില സമയത്ത് ലക്ഷ്മി. അത് ആവശ്യമില്ലാത്തതിനെ നമുക്ക് തോന്നുന്നത്. അത് മാത്രല്ല അനീഷ് ചെയ്ത അതേ സാധനം തന്നെ ചെയ്യണേ, ബാക്കിയുള്ളവരുടെ സീനിന്റെ മുകളിലാണ് വർത്താനം മൊത്തം. അപ്പൊ അനീഷിന് നമുക്ക് പരിചയമായി കഴിഞ്ഞോണ്ടാ എന്താണെന്നുള്ള അറിയില്ല. ഈ മൂപ്പത്തി പറയുമ്പോ അതിനേക്കാളും ഭയങ്കര ഇറിറ്റേഷൻ. അല്ല, അനീഷ് ഇപ്പൊ ഈ സാധനം അടിക്കുന്നത് എവിടെ അറിയോ? ഒന്നിനും നോമിനേഷൻ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് അവിടെ വിളിച്ച് സോഫയിൽ ഇരുത്തുമ്പോഴാണ് ഈ സ്കീം കൂടുതലായിട്ട് അടിക്കുന്നത്. അല്ലാത്തപ്പോ കുറച്ചും കുറവാ. ഇന്ന് പക്ഷെ അടിച്ചുട്ടാ. ഗ്രൂപ്പായിട്ട് കളിക്കും ഒരു 10-72 വട്ടമൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് കളിക്കും, ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്, ഗ്രൂപ്പായിട്ട് കളിക്കും, എക്സ്ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അതിലെന്നെ പോയി എക്സ്ചേഞ്ച് ചെയ്ത് പോന്നിക്കുക. എന്ത് സാധനം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ മറ്റേ ഒരു സ്കീം ഉണ്ടായി. അനുമോളുമായിട്ട് ചെറുതായിട്ടൊന്ന് ഈ ആദ്യം നെവിൻ ഉള്ളി എടുക്കണ കേസിനൊന്ന് ഉടക്കി. അല്ലാതെ നൂറെ ആദിലെ ആരോ പോയിട്ട് മറ്റേ സാധനം ചോദിച്ചു, മറ്റേ എന്താ പരിപ്പോ എന്തോ സാധനം. രാവിലത്തെ കച്ചറയാണത്. രാവിലെ ആ സാധനം എടുത്ത് വെച്ചപ്പോ അനുമോള് പറഞ്ഞു ഇത് കിച്ചണിന്റെ അകത്തുനിന്ന് അത് ചെയ്യുന്നത് മോശമാണ്, എല്ലാവർക്കും ഉള്ള റേഷനാണ്. അനുമോൾക്ക് ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്തൊന്നും റേഷൻ എല്ലാവർക്കും ഉള്ളതാന്നില്ല. ഓക്കെ, ഗിസൈലിന്റെ അടവ് ആദ്യത്തെ ഒന്നില്ലെങ്കിൽ അനുമോളോട് ചോദിച്ച് സമ്മതത്തോട് മേടിക്കണം, അല്ലെങ്കിൽ അനുമോൾ ഇഷ്ടത്തോടു കൊടുക്കണം. അനുമോൾ ഇഷ്ടത്തോടു കൂടി കൊടുക്കുമ്പോ പിന്നെ അത് റേഷൻ ഒന്നുമല്ല. ആരും അവിടെ ഒന്നും കൊടുക്കാനും ചോദിക്കാനും ഒന്നും പാടില്ല. അതിലെ പറഞ്ഞ കറക്റ്റാ. മറ്റേ ഇവിടെ വന്നിട്ട് ആണുങ്ങൾക്ക് മാത്രം കൊടുക്കുക, സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുക, അങ്ങനെയാണ് അതിലെ പറഞ്ഞില്ല. എന്തിനാണ് ഈ കണ്ടസ്റ്റൻസ് ആണ് പെണ്ണെന്ന് പറഞ്ഞ് കളിക്കാൻ നിൽക്കുന്നത്? കുറച്ച് ആൾക്കാരാണ് അനുമോള് അതില, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഇന്നിപ്പോ തമിഴ് ബിഗ് ബോസിന്റെ കുറച്ച് സീൻസ് ഞാൻ കണ്ടു. അവിടെ ആണെന്നില്ല പെണ്ണുന്നില്ല, നല്ല ടാസ്ക് ഒക്കെ ആണ് പെണ്ണും വിടാതെ കളിക്കുക. അങ്ങനൊരു വ്യത്യാസം പറയല്ല. എന്നാലും ഇവിടെ ആണുങ്ങളാ കളി കളിക്കണില്ലല്ലോ, മാത്രമാണ്. അത് ഇന്നിപ്പോ ആ വുമൺ കാർഡ് ഇറക്കിയിട്ട് ലക്ഷ്മിയും അനുമോളും ലക്ഷ്മിനെ വെറുപ്പിച്ച് കൈ പറഞ്ഞ ഈ ഗെയിമൊക്കെ പിന്നെ എങ്ങനെ കളിക്കാവുന്ന. ഓരോരുത്തർക്കും ഓരോ ഡോളർ കൊടുത്താൽ പോരെ. ഇപ്പൊ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോ തന്നെ ഞാൻ 2 വട്ടം റിപ്പീറ്റ് അടിച്ചത് കേട്ടു. ലൈവിൽ എനിക്കത് മിസ്സായിരുന്നു ടാസ്ക് ലെറ്റർ വായിച്ചത്. അതിനകത്ത് ഈ പാവം നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ട്. സോ ദാറ്റ് മീൻസ് വേറൊരാൾക്ക് വേണമെങ്കിൽ അടിച്ച് മാറ്റാം, എടുക്കാം. മനസ്സിലായോ? അപ്പൊ ആ ഒരു ലൂപ്പ് അതിനകത്ത് ഉണ്ട്. ഓക്കെ,
അപ്പൊ അങ്ങനെ ഗെയിം തുടങ്ങിയപ്പോ തന്നെ ആദ്യം തന്നെ ലക്ഷ്മിയും അനുമോളും പിന്നെ അനീഷും ഒക്കെ പോയിട്ട് അവിടെ ആദ്യം പോയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആദ്യം തന്നെ പാവകൾ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമിനായിരുന്നു അവിടെ പോയി നിന്നത്. ഈ ഒരു ടാസ്കില് കുറച്ച് ബുദ്ധിപൂർവ്വം ഫിസിക്കലി അങ്ങോട്ട് അഗ്രസീവായി പോവാതെ എന്നാ ബുദ്ധിപൂർവ്വം കുറച്ച് അങ്ങോട്ട് കളിച്ച് സംഗതി സെറ്റാക്കാന്ന് പറഞ്ഞ് കളിക്കാൻ നോക്കിയത് ആര്യനാണ്. ഇടയിൽ കൂടി ഒന്ന് നൈസായിട്ട്, അതായത് ആര്യ അങ്ങനെ വെറുപ്പിച്ചതുമില്ല. ആര്യൻ തള്ളുന്നുണ്ട്, അതിന്റെ ഇടയിൽ കയറുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നാ അത് വേറെ ആരും അറിയിക്കാതെ നൈസായിട്ട് എങ്ങനെയാ ആ വീട്ടിൽ എന്ത് നടന്നാലും അക്ബറാണുള്ള പ്രശ്നം. ഇപ്പൊ എന്താ പറയാ, ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്ബറിന്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ അവിടുത്തെ മെയിൻ വില്ലനാക്കി. ഈ വില്ലനായ ആള് ഇന്ന് ഒറ്റ കരച്ചിലോട് കൂടിയിട്ട് ഹെവി പോസിറ്റീവ് പോയി. മനസ്സിലായോ? ആ ഒരൊറ്റ കരച്ചിലോട് കൂടിയിട്ട് അയാളുടെ ഗ്രാഫ് എന്ത് ചെയ്തു, ആ വില്ലൻ കുത്തിത്തിരിപ്പ് എന്നുള്ള സാധനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാലാണ് ഒറ്റ കുറച്ച് നേരം കൊണ്ട് അക്ബറിന് അത് ഹെവി പോസിറ്റീവ് ആ സാധനം അടിച്ചേ. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും പറഞ്ഞതിനും നിന്നതിനും ഒക്കെ അക്ബറാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ അവര്, പ്രത്യേകിച്ച് ഈ ആദില, അനുമോള്, ലക്ഷ്മി, ഷാനവാസ് പോട്ടെ, എപ്പോഴും അക്ബർ 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 എന്ന് പറഞ്ഞ് ശീലിച്ചു. പക്ഷെ ഇവരിപ്പോ എന്താ പറയുക, ഇവരും ഷാനവാസിനെ പോലെ പറഞ്ഞത് വെച്ചിട്ടാണോ ഈ അവര് പറയുന്നത് എനിക്ക് ആലോചിക്കുന്നത്. എന്തോ എന്താണെങ്കിലും ഈ അനുമോൾക്കൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന സമയത്ത് പോലും അയാളെ കുറിച്ചൊരു നല്ലത് പറയില്ല. മറ്റേതിപ്പോ അനീഷിനെ കുറിച്ചാണെങ്കിൽ ഒരു മാറി നിൽക്കുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ പറയലുണ്ട് അയാൾ നല്ലതാണെന്നുള്ളത്. ഈ അക്ബറിനെ കുറിച്ച് ഇവരാരും മാറി പോലും അല്ല. ഇന്നിപ്പോ അക്ബറിന്റെ ഫോട്ടോ ഇല്ലേ, വട്ടത്തിനകത്തുള്ള ഒട്ടിച്ചു വെച്ച ഫോട്ടോ നോക്കിയിട്ട് ലക്ഷ്മിയും അനുമോളും കൂടി നിന്ന് കമന്റ് അടിക്കുന്നു. മനസ്സിലായോ? ബോഡി ഷേമിങ് പോലത്തെ ലൈറ്റ് അടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഗെയിമിന്റെ ഇടയിലും അടിക്കുന്നുണ്ട്. ആ രീതിയിൽ പോകുന്നുണ്ട്. അല്ല, അക്ബർ പി ആർ ആകുമ്പോൾ നമുക്കൊരു വിഷമം വരും. അത് വേറെ കാര്യം. വിഷമത്തിന് മുകളിലല്ല. ഞാനാദ്യം പി ആർ ഒന്നുമല്ല, ഞാനാദ്യം പി ആർ അല്ല. ഇവരിപ്പോ ഈ പറയണ അക്ബർ ചെയ്തു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനേക്കാളും നല്ല 10 മടങ്ങ് അടിപൊളിയായിട്ട് അവിടെ ഷാനവാസ് ചെയ്യുന്നുണ്ട്. അനുമോൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ എന്താണ് അനുമോള് പറഞ്ഞേ? അനുമോളെ ഫിസിക്കലി ഉപദ്രവിക്കുന്നു. അതായത് ബസ്സിൽ നിൽക്കുമ്പോ പല ആളുകളും ചെയ്യുന്ന പോലെ. അപ്പൊ അത് ജാക്കി വെപ്പിന് ഒരു സാധനം, അത് ആ വാക്ക് പറഞ്ഞില്ല എന്നുള്ളൂ അനുമോള്. പക്ഷെ ഉദ്ദേശിച്ചത് ആ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഉപയോഗിച്ച വേർഡാണ് ഏറ്റവും നല്ലത്. ഇവള് ഈ കമ്പി വർത്താനം പറയാൻ വേണ്ടി മാത്രമാണ്. നെവിന് വേറെ സീൻ കിട്ടാ. നെവിൻ ഇന്ന് വളരെ വൾഗറായിട്ടുള്ള ഒരു സാധനം അനുമോക്കെതിരെ അടിച്ചിട്ടുണ്ട്. അത് മൈന്യൂട്ട് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്പർ 1 തെണ്ടിത്തരാണ്. മനസ്സിലായോ? സെക്സിസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ള ഒരു ചോദ്യമാണ് നെവിൻ ചോദിച്ചത്. ശുദ്ധ തന്തയില്ലാത്തരെന്നാണ് അതിന് പറയാനുള്ളത് നെവിൻ പറഞ്ഞത്. ഓക്കെ, അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാം. നെവിനും ഈ പറഞ്ഞ പോലെ നെവിനും അനുമോളും എന്താ അറിയോ, രണ്ടും ഒരു കോയിന്റെ അപ്പുറം. വായന്ന് വെടലത്തരം 2 പേർക്കും വരും, തീട്ട വർത്താനം 2 പേർക്കും വരും. ഈ പറഞ്ഞ എന്താ പറയാ, കുൽസിത ജോക്കുകൾ 2 പേർക്കും വരും, ഡബിൾ മീനിങ് വരും. 2 പേരും അവനാന്റെ പ്രശ്നങ്ങൾ വന്നാൽ ഏത് ലോ സ്റ്റാൻഡേർഡിലും ഇരുന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും 2 പേരും റെഡിയാ. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിൽ വേർഷനും ആയി പോയി എന്നുള്ളത്. ഇത് 2 ഏകദേശം ഒരേ തട്ടിൽ വെക്കാൻ പറ്റുന്ന 2 ഐറ്റങ്ങളാണിത്, ഈ 2 സാധനങ്ങളും. ഈ ഇന്ന് അനുമോള് കാണിച്ച പരിപാടി അക്ബറിനെതിരെ ഇത് അടിച്ചു. ഇത് വുമൺ കാർഡ് എടുത്ത് അടിച്ചിട്ട് ലക്ഷ്മി അതിന് കൂട്ട് നിന്നിട്ട് അക്ബർ അവിടുന്ന് മാറിപ്പോയി. അക്ബർ മാറിപ്പോയപ്പോ അക്ബർ നൈസായി മാറാതെ വേറെ വഴിയില്ല. നാളെ കയറി പിടിച്ചു ബസ്സിന്റെ മുകളിൽ ധൈര്യമായിട്ട് എന്നെ കയറി പിടിക്കുന്നു പറഞ്ഞെങ്കിൽ ബാക്കിൽ വന്നിട്ട് എന്തിനാണ് തട്ടിന് കുത്തുന്നൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ ഒരു മനുഷ്യൻ കളിക്കാം. അതും അനുമോളെ ട്രാക്ക് ആ വീട്ടിനകത്ത് അങ്ങനെയാ. നാളെ എന്താണെങ്കിലും ആ സാധനം വരും, ലക്ഷ്മി അത് ഏറ്റുപിടിക്കുന്നു. ലക്ഷ്മിക്കും എന്തുണ്ട് ഏറ്റുപിടിക്കുന്ന പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരം ഇങ്ങനെ അടിച്ചപ്പോ ആണ് മാറിപ്പോയി. അനുമോക്കും സുഖമായി, ലക്ഷ്മിക്കും സുഖമായി. 2 പേരും എന്ത് ചെയ്തു, അവിടെ ഫ്രണ്ട് തന്നെ നിന്നിട്ട് സാധനം എടുത്തു. ഇതേ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ അനുമോളാണ് നെവിനെ കടിച്ചു വിട്ടത്. അത് ഫിസിക്കലി കടിച്ചത്. അതിനെ കുറിച്ചൊന്നും അനുമോൾ ഫാൻസിനൊന്നും പറയാനില്ല. സംഗതി അനുമോൾ ഇന്ന് നല്ല രീതിയിൽ ടാസ്ക് കളിച്ചു. ടാസ്ക് കളിക്കാനുള്ള കാരണം എന്താണ്ടായേ, ഈ വൃത്തികെട്ട വുമൺ കാർഡ് എടുത്ത് വെച്ച് ഒപ്പം നിന്നവരാണ് മാറ്റി. അത് അവര് ഗെയിമാണ്, ഞാൻ സമ്മതിച്ചു. അനുമോളെ ഗെയിമാണ്, ഗെയിം കളിച്ചു, സമ്മതിച്ചു. ഇമോഷണലി അല്ല, ഒരാളെ അക്ബറോട് ചൂടായതുണ്ടല്ലോ ആ സമയത്ത്. അതായത് അനുമോൾ എപ്പോഴും പറയുന്ന ഡയലോഗ്, ക്യാമറ കാണില്ലേ. ഇവളെ ഈ നാറിയ വർത്താനം, ഈ തെണ്ടിത്തരം ക്യാമറ കാണില്ലേ, നാട്ടുകാർ കാണില്ലേ. ഒരാണിനെ കുറിച്ച് എന്ത് അപരാധിത്തരവും വിളിച്ച് പറയാന്നുള്ളതൊക്കെ ഇവളെ ആര് പഠിപ്പിച്ചു വിട്ടാണ്? അല്ല, ഞാനൊരാണാണ്, ഞാൻ സീരിയസ്ലി പറയും, ഞാനൊരാണാണ്.
ഒരു ടാസ്കിനിടയിൽ ബിഗ് ബോസിന്റെ അടുത്ത് ബിഗ് ബോസിന് ആണ് പെണ്ണ് പ്രശ്നമില്ലാതെ ഒരു ടാസ്ക് കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ മുസ്ലിം കല്യാണത്തിന് മറ്റേ ബിരിയാണി വിളമ്പുമ്പോൾ മറ്റേ ഇത് കെട്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആണ്ടിയും പെണ്ണിയും കെട്ടിത്തിരിച്ച് അതിൽ വേലി കെട്ടിയിട്ട് എന്തെയില്ലേ അങ്ങനെ കൊടുക്കില്ല ടാസ്ക് ബിഗ് ബോസ്. അതൊന്നല്ലല്ലോ കൊടുക്കുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ് അവിടെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. അവിടെ അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ബാക്കിൽ പോയി നിന്നു ബസ്സിൽ പോയി തൂങ്ങി നിൽക്കണ മാതിരി എന്നുള്ള തെണ്ടി വർത്താനം പറഞ്ഞ ആണുങ്ങൾക്കെതിരെ ഈ വുമൺ കാർഡ് അടിക്കുമ്പോൾ ഈ 4 വർത്താനത്തിൽ ചോദിക്കാൻ അവിടെ ഒരു ആണുങ്ങളും ഇല്ലേ? ഞാൻ ഒരു ഗ്രൂപ്പിലും ഒരു PR-ലും ഒരു ഒലക്കലും ഒരാളെയും ഞാൻ കണ്ടില്ല. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ചില സാധനങ്ങളുണ്ടല്ലോ, ഇതേപോലെ അനുമോളുടെ അതായത് അവരെ സ്വന്തം ആവശ്യത്തിന് അനാവശ്യ കാര്യം ആണുങ്ങളെ തലേക്ക് എടുത്തിടുമ്പോഴല്ലോ അത് ചോദിക്കാനും പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണില്ല. പൈസ വാങ്ങി വിഴുങ്ങി നക്കിയിട്ട് അനുമോൾ അങ്ങോട്ട് മാസം എന്ന് പറഞ്ഞിട്ടാണ് പോകും. ഈ ആണുങ്ങളെ പറഞ്ഞ വർത്താനത്തിന് ബിഗ് ബോസ് അടങ്ങാൻ ലാലേട്ടനടക്കം എല്ലാ ടീമും ആ വൃത്തികേടിനെതിരെ മറ്റേ പറയണില്ല. കാരണം പെണ്ണുങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളടക്കം പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യും? ചോദിച്ചു പോവും ഇല്ലേ? ഈ ആണുങ്ങളെ പറയുമ്പോൾ ഈ വൃത്തി ഒരു ആണിനെതിരെയാണ് ഈ അടിച്ചിട്ടുള്ളത്. ഓൾറെഡി ഇതേ സാധനം ആർക്കെതിരെ അടിച്ചു? ആര്യനെതിരെ അടിച്ചു. ലക്ഷ്മി ഇതേ സാധനം ആർക്കെതിരെ അടിച്ചു? ഒനീലിനെതിരെ അടിച്ചു. ഇന്ന് അനുമോൾ അതേ സാധനം എടുത്തിട്ട് ഇവിടെ നമ്മൾ ഈ സവാദ് ഇഷ്യൂ ഒക്കെ ബസ്സിലെ ഇഷ്യൂ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഇവര് എന്ത് റെഫറൻസ് വെച്ചിട്ടാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവര് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് അടിക്കുന്നത്. ഈ പുറത്തേക്ക് വിടുന്ന ഇത്രയും സീസൺ കഴിഞ്ഞു, 6 സീസണിലും എത്ര ഇതിപ്പോ ഇങ്ങനെ എന്റെ ബാക്കിൽ വന്ന് നിൽക്കണ്ടെന്ന് പറയണ തന്നെ അങ്ങനെയാണെന്ന് നമുക്കറിയാം. പിന്നെ പ്രത്യേകിച്ച് ബസ്സിലുള്ള പോലെ എന്നൊക്കെ പറയുമ്പോ ഇത് എന്താണ് പുറത്തേക്ക് ഇട്ട് തരുന്നത് എന്നുള്ളത്. അല്ല അവിടെ ലക്ഷ്മി ഇത്രയൊക്കെ പറയുമ്പോൾ ലക്ഷ്മി അത് പറയരുതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അത് അനുമോളുടെ 3rd റേറ്റ് സാധനമാണ്. അനുമോൾ യഥാർത്ഥ നിലവാരമാണ് കാണിക്കുന്നത്. അതെ, അവളെ ഞാൻ പറയുമ്പോ ഒരിക്കലും കുലസ്ത്രീകൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കുലസ്ത്രീ ആളുകൾക്ക് നല്ലതാണ്. കുലസ്ത്രീ സ്റ്റാൻഡേർഡ് ഒന്നും അല്ല അനുമോക്ക് അതിലും താഴെ ഗട്ടർ സ്റ്റാൻഡേർഡ്. ഗട്ടർ സ്റ്റാൻഡേർഡ് ലോ ക്ലാസ് ഗട്ടർ ആയിട്ട് അവരെ ചിന്താഗതികളാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ വേഗം അതായത് സ്വന്തം ഗെയിമിന് വേണ്ടിയിട്ട് ഏത് രീതിയിലും അതങ്ങോട്ട്. നെവിൻ ഇന്ന് മറ്റേ സാധനം അടിച്ചിട്ടുണ്ട്. ആ കാലിനുള്ളിൽ നെവിൻ മറ്റേ ഡ്രസ്സിന്റെ ഉള്ളിൽ വലിച്ചെടുത്തില്ല. ആ സാധനത്തിന് മറ്റേ കാലുമെന്ന് ഡ്രസ്സൊക്കെ പൊന്തിച്ചിട്ട് ഇന്റെ ഇവിടെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയും. കടിച്ചത് അപ്പോഴും അനുമോക്ക് ഒരു വിഷയമല്ല. കടീനെ കുറിച്ചിട്ട് എന്നിട്ട് ലക്ഷ്മി പോയി ചോദിച്ച സമയത്ത് അനുമോൾ എന്താ പറഞ്ഞറിയോ? എന്നെ കടിക്കും. അനുമോളെ പറഞ്ഞ അനുമോള് കടിക്കും. അനുമോളെ പറഞ്ഞ അനുമോൾ ഇമാതിരി വൃത്തികേട് ഒരാൾക്കെതിരെ അലിഗേഷൻ പറയും. അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്ത് ചെയ്യും? വീട്ടുകാരെ വിളിക്കും. ഇന്നലെ അമ്മൂമ്മേനെ വിളിച്ചു. അനുമോളെ പറഞ്ഞാലോ ചെയ്താലോ അനുമോൾ ഏത് ലെവലിലേക്ക് ബിഗ് ബോസിന് വരെ വെല്ലുവിളിച്ചാണ് സംസാരിച്ചത്. അല്ല ശനി നേരം എന്താ വരാ ആ നിർവികാരതയോടെ ഇങ്ങനെ നിൽക്കും ചെയ്യും. ഇന്നെ PR ജയിപ്പിക്കും, ഇന്നെ PR വെളുപ്പിക്കും. ഇതന്നെ ചിന്ത. അതിനെങ്ങനെ അനുമോക്ക് ORM ഉണ്ടല്ലോ. ഞാൻ സത്യം പറയാം, വിനുവിനോടൊക്കെ പറയുന്നത് ഇമാതിരി നാറ്റ കേസിനൊക്കെ എടുത്തിട്ട് ORM അടിച്ചാണ്ടല്ലോ. വിനുവിന് ORM അടിക്കാൻ പിന്നെ വേറെ ആൾക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും. അമ്മാതിരി അവസ്ഥയാണ്. അക്ബറിനെ എന്നല്ല, ആ സ്ഥാനത്ത് ഒരാണിന് ആ വൃത്തികെട്ട, കാരണം ആ ടാസ്കിനിടയിൽ ഇത് മിക്സഡ് ആയിട്ട് കളിക്കുന്ന ടാസ്ക് എന്ന് അറിഞ്ഞുകൊണ്ട് ബാക്കിൽ വന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഈ തെണ്ടി വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ മോശമാണ്. അവിടെ ആദില കളിച്ചു, നൂറ കളിച്ചു, ലക്ഷ്മി കളിച്ചു. എല്ലാരും മേത്ത് ഫിസിക്കലി വീഴുന്നതിനും ബോഡി വെയിറ്റ് ഉപയോഗിക്കുന്നതിനും കുറിച്ച് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഫിസിക്കൽ അഗ്രഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഈ പറഞ്ഞ ബസ്സിൽ തൂങ്ങണമായിരുത്തെ എന്നുള്ള കുണാപ്പ് ഡയലോഗൊന്നും ആരും അവിടെ അടിച്ചിട്ടില്ല. എനിക്കൊരു സംശയമുണ്ട്. അനുമോളൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട് എന്റെ ബാക്കിൽ എല്ലാരും ഇങ്ങനെ ബസ്സിൽ നിൽക്കണ പോലെ നിക്കാന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സംശയം എനിക്കുണ്ട്. ആദ്യം തന്നെ ഇത് സാധനം വരുമ്പോ ബസ്സിൽ അക്ബറിനോട് പറഞ്ഞു അപ്പൊ അക്ബർ ചോദിക്കുന്നുണ്ട് ഇതെന്താ ബസ്സാണോ ഇങ്ങനെ നിക്കാന്ന് ചോദിച്ചു. ചോദിക്കും ചെയ്തു. അതായത് ആ ഒരു ഓർഡറിൽ നിക്കാൻ, അതായത് വളഞ്ഞ സൈഡിലൊന്നും നിക്കരുത്, ബസ്സിൽ നിക്കണ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിക്കാൻ പറഞ്ഞു തോന്നുന്നു. അങ്ങനെ എന്ത് കറക്റ്റ് ഒന്നും ശ്രദ്ധിക്കാനായിട്ടായിരിക്കും. കാരണം അക്ബർ അവിടെ നിന്നത് ആ ഡോൾസ് ഒക്കെ ഉണ്ടല്ലോ, ഡ്രസ് ഇല്ലാത്ത ഡോൾസ് ആണ് വരുന്നത്. ഡ്രസ് ഇല്ലാത്ത ലേഡി ഡോൾസ് ആയതുകൊണ്ടാണ് അക്ബർ അവിടെ നിന്നതെന്ന് വരെ അനുമോള് പറയാൻ ചാൻസ് ഉണ്ട്. വളരെ മോശാട്ടോ. ഒന്നും ഗെയിമൊക്കെ അനുമോള് നന്നായിട്ട് കളിച്ചു. പക്ഷെ ഗെയിമിനിടയില് അനുമോക്ക് ശാപം ഞാൻ പറയണില്ല. ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ ടീം ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിഗ് ബോസ് ഒക്കെ പരിപാടി 100 ദിവസം കഴിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്തു എല്ലാവരും കൂടി കൂട്ടത്തുകൂടി അമ്പലത്തേക്ക് വിട്ടു. ഇതിപ്പോ നിങ്ങളെ കേക്ക് എത്രയും കണ്ടസ്റ്റന്റിനെ ശപിച്ചു, നിങ്ങളെയൊക്കെ എത്ര ശപിച്ചിട്ടുണ്ടാവും. ഞാൻ ആ രഘുചേട്ടന്റെ കാര്യം ആലോചിച്ച് നോക്കുന്നത്. ബിഗ് ബോസ് പാവം, അയാൾക്കൊക്കെ എത്ര കിട്ടിക്കാണും. 200 പ്രാവശ്യം ലക്ഷ്മി അതിനൊരു വേറെ സാധനം പറഞ്ഞേ, നീ നിന്റെ ശബ്ദം നല്ലതിന് ഉപയോഗിക്കും. അയാളുടെ പ്രൊഫഷണൽ സിംഗർ എന്നുള്ളത്
എന്തൊക്കെ വിളിച്ചു പറയുന്നത്. അതായത് ഇവർക്ക് ഏത് എക്സ്ട്രീം വരെയും വിളിച്ചു പറയാം. സ്ത്രീ എന്നുള്ളൊരു പ്രിവിലേജ് വെച്ചിട്ട് ഇവർക്ക് ഏത് എക്സ്ട്രീമിക്കും വിളിച്ചു പറയാം ഇവർക്ക്. എനിക്ക് തോന്നുന്നു ഷാനവാസ് തന്നെയാവും. ഇന്ന് ആ ഒരു ലാസ്റ്റ് ഒരു കച്ചറുണ്ടാവും നമുക്ക് അവിടേക്ക് എത്തിയില്ല. അപ്പൊ അപ്പോഴാണെങ്കിലും അനുമോൾ ഈ പരിപാടി തന്നെ കാണിക്കുന്നത്. നവീന് കണ്ടില്ല ആ ഇത് സാധനം പിടിക്കാൻ ഇത് എഗ് പിടിക്കാൻ പോകുമ്പോ എന്റെ മേത്ത് തൊടണ്ട പറഞ്ഞിട്ട് അയാളെ ആ കയറ് പിടിച്ചു പോണ ടാസ്കില് ഇവനോട് പറഞ്ഞില്ലേ, ആരോട്, ആര്യനോട് എന്നെ തൊട്ടു മറ്റേ പാവാട ഇടാനും മറ്റേ പിടിക്കാനൊക്കെ ആ ബാത്റൂമിൽ പോണം കൊണ്ടുപോകണം. കാണുമ്പോണ്ടല്ലോ തോന്നുമ്പോ വുമൺ കാർഡ് എടുത്തടി. അക്ബറിന് അത്രയും ദേഷ്യം വന്നു. അക്ബർ രണ്ടു മൂന്നോട്ട് അങ്ങോട്ട് തുപ്പി ചെയ്തു ഇമാതിരി വർത്താനം കേട്ടിട്ട്. ആരാണെങ്കിലും പറയില്ലേ, പേടിയാവില്ലേ മനുഷ്യന്മാർക്ക്? നമ്മളൊന്ന് പതറി പോവും. എങ്ങനെയാണെങ്കിൽ എത്ര ബലം പിടിച്ചെന്നാലും ഒന്ന് പതറൂലേ. അല്ലെങ്കിൽ പിന്നെ അനീഷന്റെ പോലെ തല ഫുള്ള് അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കണം. അനീഷ് ബിഗ് ബോസ് എന്റെ പോകുന്ന വെക്കണല്ലോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ തന്നെ ഇങ്ങോട്ട് തല വെച്ച് അനീഷ് നേരെ അതിന്റെ ഉള്ളിക്കാണ് പോകുമ്പോ അപ്പുറന്ന് പാവ വെച്ചു കൊടുക്കണല്ലോ, വായിക്ക് കൊണ്ടുപോകാം സ്ഥലം മുതലേ ഒന്ന് വായന വെച്ചെടുത്തിട്ടുണ്ടാവും, കൊണ്ടുപോടാ ഇറങ്ങി പോടാ. അയ്യോ ആരായിട്ടുണ്ട് ബിഗ് ബോസിന്റെ ടീമിൽ എത്ര പേർക്ക് കടി കിട്ടിയിട്ടുണ്ടാവും. തല കണ്ടിട്ടുണ്ട് ആ ഡോളറിന് ആരെ കലക്ക് പിടിച്ച് കൈ കൊണ്ട് പിടിച്ച് ഡോളറിന്റെ കൈ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോ ഒപ്പം മറ്റൊരു ചങ്ങായി മാസ്ക് ഇട്ടിട്ട് കൈയൊക്കെ കെട്ടിട്ടെന്ന് അനീഷ് തലട്ട് കടിച്ചതോ. അല്ലെങ്കിൽ അനുമോളെ ഒറ്റപ്പെടുത്തണ്ട. ഒരു പെണ്ണാണോ വലിക്കണ ഒറ്റ വലിയുണ്ടാവും ഊരിന്റെ അടുത്ത് പോയി ചിലപ്പോ. മറ്റേതാലോ വീഡിയോ അതിന്റെ മാമയാണ്. അപ്പോ ഇത് കടി എനിക്ക് ഉറപ്പാണ് ലാലേട്ടൻ ആ സാധനം വെച്ച് അടിപൊളിയായിരിക്കും അല്ലെ. അടുത്തടുത്ത് ഞായറാഴ്ച 2 കൈയും കെട്ടിട്ട് ഒരാള് എന്തെങ്കിലും അനീഷ് കടിച്ചതാന്ന്. അല്ല അവിടെ ഷോ ഡയറക്ടറൊക്കെ എന്തെങ്കിലും തീരുമാനിച്ച് രഹസ്യങ്ങൾ സംസാരിക്കുമ്പോ ഉണ്ടാവും തലമുണ്ട് നടുക്കിന് വേണ്ടി എന്തേ ഒന്നുമില്ല എന്നാ പോയിക്കോ. ഉള്ളിൽ പോയിക്കണേ അത് വിറ്റല്ല. അനീഷ് പോയതിനു ശേഷം പിന്നെ അനുമോളെ കാണാനില്ല. അനീഷ് പോയപ്പോ എത്രേ പോയിട്ടുള്ളൂ, അനുമോള് പകുതി ഉള്ളിൽ പോയിക്കുന്നുള്ളൂ. അനുമോൾ അവിടെ പോയിട്ട് ഏട്ടാ ഞാൻ പോരാന്ന് കുറഞ്ഞിട്ട് പോകുന്നുണ്ട്. അനീഷ് പോയ വഴി കൂടി തന്നെ അനുമോള് കയറിപ്പോയി. അമ്മോ അങ്ങനെ എല്ലാരും പാവട തന്നോണ്ട് അല്ലെങ്കിൽ എല്ലാരും നശിച്ചു പോകുന്നൊക്കെ ഡോൾ എടുത്തവരൊക്കെ പേടിച്ചിരിക്കുക. എന്നിട്ട് ആണെങ്കിലോ ആണ് നിന്ന് നേരെ 2 മാടി പൊന്നിച്ച് കയറ്റി വെച്ചിട്ട് എന്റെ കാലുമ തൊട്ടു, കാലിനുള്ളിൽ വലിച്ചുകൊണ്ടുപോയി. അപ്പോഴാണ് അപ്പുറത്ത് പോയപ്പോ മറ്റോന് കടിയും കിട്ടിയിരിക്കും. മറ്റോ കടി കിട്ടിട്ട് ആകെ തൂഫാനായിട്ടിരിക്കുന്നുണ്ട്. അനീഷിന്റെ ഡയലോഗ് മാസ് ഡയലോഗ് ഏതാ കയ്യും കാലും ഇവിടെ നിലത്ത് കിടന്നു വിറ്റിട്ടോ മാസ്. അനീഷിന്റെ PR കുറെ ഗ്രൂപ്പുകളിലുണ്ട്. ഇവര് കണ്ടോടാ ആണൊരുത്തെന്നൊക്കെ കുറച്ചുള്ള സീൻ എന്താ അറിയോ, അനീഷ് അക്ബറിന്റെ കൈ കടിക്കുമ്പോ അനീഷിന്റെ മണ്ടയ്ക്ക് രട്ടടി പാമ്പിനൊക്കെ തലക്കടിക്കില്ല അക്ബർ. അതുപോലെ ടപ്പേ അതിൽ അനീഷ് PR വീണ്ടും എന്താ അറിയോ, ഫിസിക്കൽ അസോൾട്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട് തലക്ക്. ഒന്നും നോക്കിയില്ല, കൈ കടിച്ച് ഷാനവാസിന്റെ കൈ കടിച്ച് ഷാനവാസ് വെറുതെ അക്ബറിന്റെ കൈ കൂടി മണ്ട നോക്കി അടി കിട്ടിയ നല്ല കൊട്ട ഞൊട്ടി വിട്ടു. വെറുതെ അക്ബർ ഒച്ച വിളി ഉണ്ടാക്കിണ്ടാവും. ഒരു ഡോള് തരോ ചിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് നടന്ന വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ അനീഷ് ഷാനവാസിന് സൂക്ഷിക്കാൻ വേണ്ടി ഡോളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഒന്നും എപ്പിസോഡ് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ഇയാൾ അതിലും വലിയ ബുദ്ധി, ഇയാള് തലയൊന്നും ഇല്ലാതെ ഡോൾ കൊടുക്കുന്നത്. ഇത് ഉണ്ടെങ്കിലല്ലേ ഫുള്ള് വെക്കാൻ പറ്റൂ, തല ഇയാളയിലാണല്ലോ. അങ്ങനത്തെ സ്കീം ഒരു വഴിക്കാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് തരാറുണ്ട്. അങ്ങനെ സ്കീമുണ്ട്. പിന്നെ ആദിലനോട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് കളിക്കരുത്. പിന്നെ ഒരു സൈഡിൽ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ആ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എപ്പിസോഡിലേക്ക് വെച്ചതായിരിക്കും. ആ സാധനങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും. പിന്നെ അക്ബറിനത് അടിച്ചു മാറ്റിയത് ആദിലക്ക് സംഗതി. ആദിലേക്ക് പൊട്ടാൻ കാരണം ഈ പറഞ്ഞ പോലെ ആദിലേനെ തട്ടി മാറ്റിയിട്ടാണ് ആര് പോയത്. അക്ബർ അവിടെ സാധനം എടുക്കാൻ പോയത്. ആദില ശരിക്കും എനിക്ക് തോന്നുന്നു ആ റീസൺ വെച്ചിട്ടാവാൻ വഴിയില്ല. ആദില സ്കീം ഇറക്കിയത് എന്താ വെച്ചാൽ ആദില ഇത് വായിച്ചത് ആദിലയാണല്ലോ. അപ്പൊ ആദിലേക്ക് തോന്നിക്കാണും ഇതിനകത്ത് കട്ടെടുക്കാം. പക്ഷെ ഇവര് തമ്മിൽ റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില്, കട്ടെടുക്കില്ലട്ടോ ആരും എന്നുള്ള റൂൾ ഉണ്ടാക്കി. അത് ആരാ ഉണ്ടാക്കിയേ? ആദില അക്ബറും തന്നെ ഉണ്ടാക്കിയേ.
എന്നിട്ട് അവസാനം ആദിലിനെ അത് അടിച്ചു മാറ്റും ചെയ്തു. അതുകൊണ്ടാണ് അക്ബറിന് കൃത്യമായിട്ട് ആദിലെയാണ് അടിച്ചു മാറ്റിയെന്ന് മനസ്സിലായത്. ആദിലാണ് കണ്ടത്. അപ്പൊ ആ സാധനം കിട്ടിയത്. ആ സാധനം പക്ഷെ ഉണ്ടല്ലോ ആദിലെ കളിച്ച ഗെയിം വെറും വൃത്തികെട്ട ഗെയിമാണ്. പക്ഷെ അത് ഗെയിം ആസ്പെക്ടിൽ നോക്കുമ്പോ അത് ഗെയിമാണ്. അത് ഡേർട്ടി ഗെയിമാണ്. പക്ഷെ അനുമോക്ക് കൊടുത്തിട്ടില്ല. അനുമോക്ക് കൊടുത്തില്ല. അത് അനുമോൾ കളിച്ചിട്ടുണ്ടാക്കി. എന്റെ അറിവില് ഞാൻ കണ്ട ലൈവിലും ഇപ്പൊ ഞാൻ എപ്പിസോഡ് കണ്ടതിലും എനിക്ക് അനുമോക്ക് ഇനി കിട്ടിയ ചിലപ്പോ 1-2 സാധനങ്ങൾ കിട്ടി കാണുന്നല്ലാതെ അത് അനുമോള് കളിച്ചുണ്ടാക്കി തന്നെയാണ്. ഇല്ല. അത് ആര്യന് അക്ബറാണ് കൊടുത്തത്. അക്ബറിനത് പോയപ്പോ അക്ബർ പിന്നെ കളിക്കാൻ നിന്നില്ല, കാര്യമായിട്ട് കളിച്ചില്ല. ആ സാധനം നേരെ എടുത്തിട്ട് ആർക്ക് കൊടുത്ത്? ആ സാധനം അക്ബർ ആര്യന് കൊടുത്തു ലീഡ് ആവാൻ വേണ്ടി. അക്ബർ ഓൾറെഡി പോയില്ലേ. അക്ബറിന്റെ പാവയാണ് ആര് കൊണ്ടുപോയി വെച്ചത്? 18 പാവയോ 19 പാവയൊക്കെ ആര് വെച്ചു? ആദില വെച്ചത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുമോക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അക്ബറിന് തിരിച്ചു കൊടുത്തു. അത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 18 പാവ വെക്കാൻ പറ്റില്ല. ഒരിക്കലും അനുമോക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അനുമോക്ക് ചിലപ്പോ 1-2 പാവകൾ കിട്ടി കാണാൻ ചാൻസ്, റെയർ ചാൻസ് ഉള്ളൂ. നെവിനായിരുന്നു ചാമ്പി ഒന്ന് കാലോണ്ട് ഭൂലോകമല്ലേ. അതും ഒരു 5-6 കണ്ണുള്ള അനുമോൾ അത് കണ്ടിട്ടുണ്ട്. സൂക്ഷിക്കുക എന്നുള്ളത് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അടിച്ചു മാറ്റിയതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. താൻ എന്തായാലും അടിച്ചു മാറ്റി. പക്ഷെ അത് ഡേർട്ടി ഗെയിമാണ്. അത് അവര് തമ്മിൽ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്തതിലാണ് മോശം. അതുകൊണ്ടാണല്ലോ അക്ബർ ധൈര്യമായിട്ട് അവിടെ വെച്ച് പോയിണ്ടാവും. ഡേർട്ടി ഗെയിമാണ്. പക്ഷെ കളിച്ച ഗെയിം വൈസ് നോക്കുമ്പോ അതൊരു ഗെയിം ചേഞ്ചിങ് സാധനമാണ്. ആദില് അനുമോൾ സംസാരിക്കുമ്പോ പറയുന്നുണ്ട് ആര്യന്റെ കയ്യിലുള്ള 5 ആദിലെടുത്തിട്ടുണ്ട്, അക്ബറിന്റെ എല്ലാം എടുത്ത് അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അത് അനുമോളിന് കൊടുത്തു. അതിൽ അനുമോൾ പറഞ്ഞില്ല അപ്പൊ ഞാൻ ജയിച്ചെന്ന് പറയുന്നുണ്ട്. കിട്ടിയോ? കിട്ടിയ 1-2 കിട്ടാനുള്ള ചാൻസ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. അത്ര കിട്ടിയതിന് 1-2 അത്രേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. പക്ഷെ ഇത് കിട്ടിയത് ശരിക്കും ആര്യന് കിട്ടിയിട്ടുണ്ട്. അത് അക്ബർ കണ്ടറിഞ്ഞ് കൊടുത്തതാണ്. ഓക്കെ, ആ സാധനം അങ്ങനെ കൊടുത്തിട്ട് ആര്യനെ, കാരണം ആര്യനെ ജയിപ്പിക്കുകയാണ് ഇനി ഏറ്റവും നല്ല പരിപാടി. അനീഷിനും അനുമോളെ ജയിപ്പിക്കുന്ന ആര്യനെ ജയിപ്പിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോ എന്താ പറയുക, നാളത്തെ ടാസ്കില് നല്ല രീതിയിൽ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അക്ബർ ഗെയിമിൽ ഇറങ്ങും. അല്ലാത്ത പക്ഷെ അക്ബർ ആര്യനെ ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ ഇത് തന്നെ ഉണ്ടായ ടിക്കറ്റ് ഫിനാലിൽ എനിക്ക് മനസ്സിലായി ഞാൻ പകുതിയേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് മാക്സിമം ആരെ അടുത്ത പോയിന്റ് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു സ്കീം ഉണ്ടല്ലോ, ഈ സ്കീമിക്ക് മാറും. ഇത് നെവിനും ആര്യനും അക്ബറും ഒക്കെ ടീമായിട്ട് എന്തെങ്കിലും പറയാം, ആര്യനെ ജയിപ്പിച്ചു വിടാനുള്ള പരിപാടി എടുക്കുന്നുള്ളതാണ്. അല്ല ഇവരൊക്കെ ടീമാണല്ലോ, ഇവർക്കൊക്കെ ഇവിടെ ടീം. അനീഷ് ടീമില്ല എന്ന് പറഞ്ഞാൽ അനീഷിന് ആവശ്യമുള്ള സമയത്ത് അനീഷ് ടീം ഉണ്ടാക്കും. ഷാനവാസിന് ഓൾറെഡി ടീമുണ്ട്, ആദിലനോറയ്ക്ക് ടീമുണ്ട്, ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളത്തിലും കാലിടുന്നുണ്ട്, പോണ എല്ലാ തോണിയിലും കാലിട്ടിട്ടാ പോണത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുമോക്ക് ഓബിയസ്ലി ടീമുണ്ട്. ആവശ്യമില്ല. ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തൊരു പ്ലെയറാ സാവുമാൻ. ടിക്കറ്റ് ഫിനാലൊക്കെ തൂക്കുന്നവരെ വിചാരിച്ച, പക്ഷെ പറക്കുന്നവർക്ക് ഈ ടാസ്കും കൂടി കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി, സാവുമാനെ കൊണ്ട് നടക്കും. എന്ത് പരിപാടി അറിയാം, അനീഷിനെ അവിടെ ഇരുത്താൻ പറ്റും. കഷ്ടപ്പെട്ട് മാത്രല്ല ആളുടെ ആ ഒരു ഇന്ന് അനീഷിനോട് ഇരിക്കലാണ് വലിച്ചിരുത്തിയോടെ. അനീഷിനൊന്നും പറയല്ല. മറ്റേത് അക്ബറിനെ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞതാ ഇന്ന്. കാരണം ഇതെന്താ ചെയ്യാൻ കാലമല്ലോ. അല്ല ഈ ചങ്ങായി എല്ലാ പരിപാടിയും ഇന്ന് അലമ്പാക്കുകയാണ്. ഇയാള് ക്യാപ്റ്റൻ വിളിച്ച മീറ്റിംഗ് അടക്കം അലമ്പാക്കുകയാണ്. അത് വേറെ ഷോ. രാവിലെ മോർണിംഗ് ടാസ്ക് അലമ്പാക്കി ഇയാള്. ഈ ചെങ്ങായിനോട് രാവിലെ മറ്റേ സൂപ്പർ പവർ കിട്ടിയ ബിഗ് ബോസിൽ ജയിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എല്ലാവരും വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ സൂപ്പർ പവർ എന്തൊക്കെയാണ് അവർക്ക് വിൻ ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇയാൾ പറയാം മൈക്കിന്റെ ഇത് അളവ് കുറയ്ക്കുന്നു. പക്ഷെ അത് അയാൾ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത് മർമറിങ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ വർത്താനങ്ങളൊക്കെ പുറത്ത് കേൾക്കാൻ വേണ്ടിട്ടാണ്. സൂപ്പർ പവറിനെ കുറിച്ച് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടില്ലേ അനീഷ് സൂപ്പർ പവറാണ് ചോദിച്ചതുള്ളത്. എന്നിട്ട് പിന്നീട് അയാൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ല. അയാൾ എന്താ ഉദ്ദേശിച്ചത്? എന്തുദ്ദേശിച്ചാലും സൂപ്പർ പവർ അല്ലേ ചോദിച്ചത്. അല്ലെ ഇപ്പൊ ബിഗ് ബോസിനെ വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ഇൻവിസിബിൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ സാധനം, ഒരു നോൺ ഹ്യൂമൻ സാധനമാണ് അവിടെ പറയാൻ പറഞ്ഞത്. ലാർജർ ദാൻ റിയൽ ലൈഫ് ഐറ്റം. ഇയാളവിടെ പോയിരുന്നിട്ട് പിന്നെയും ഇത് പറഞ്ഞിട്ട് അതിമ തന്നെ നിൽക്കുക. ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല, അതിമ തന്നെ നിൽക്കുന്നുണ്ട് ചെങ്ങായി, അതിമൊന്നും മാറൂല. ഇത് മറ്റേ അന്ന് ബിഗ് ബോസിനോട് ഉണ്ടായിരുന്ന പോലെ അതേപോലത്തെ ലൈറ്റാണത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും വീണ്ടും രാത്രി പാല് തൈര് ഐറ്റം ഉണ്ടായത്. അത് കാര്യമൊന്നുമില്ല. പാല് തൈര് കിച്ചണിൽ കയറിയിട്ട് അനുമോള സ്ഥിരം പരിപാടി. അല്ല അടി ഉണ്ടാക്കിയത് വിശക്കണു എന്ന് പറഞ്ഞു. ഇപ്പൊ രാത്രി ലൈവ് കഴിഞ്ഞ പരിപാടിയല്ല, വിശക്കണു എന്നുള്ള പരിപാടി കഴിഞ്ഞ്
ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. അവിടെ ആദിലി നോറയും പറഞ്ഞത് പെർഫെക്റ്റ് കാര്യം, അവർ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കിയില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, അവർക്ക് ഗ്രഡ്ജ് ഉണ്ട്. ആദില നോറയ്ക്ക് അവരെ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഗ്രഡ്ജ് ഉണ്ട് എന്നുള്ളതൊന്നും മനസ്സിലായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുമോളാണെന്നുള്ള ഓട്ടൊന്നുമില്ല. അതെ, അവർക്ക് പിന്നെ ആരാന്നും നോട്ടല്ല. കാരണം രാവിലെ പയറെടുക്കാൻ സമ്മതിക്കാത്തതിനുള്ള ദേഷ്യം ആർക്കുണ്ട്, അവർക്ക് മൈൻഡിലുണ്ട്. അപ്പൊ അവരത് ആർക്ക് ഇട്ടുകൊടുത്തു? അവരാണ് ശരിക്കും എന്ത് ചെയ്തേ, അവിടെ നെവിനോട് കുത്തിത്തിരിപ്പുണ്ടാക്കി. നെവിനെ നീ കണ്ടില്ലേ, നീ ഉള്ളെടുത്ത ആ സാധനം നെവിന് ഇട്ട് കൊടുത്തത് അവരാ. ഈ പിന്നെ അവരും കൂടെ ഒപ്പം നിൽക്കേണ്ടത് കണ്ടപ്പോഴാണ് നവീന. പക്ഷെ അവിടെ വേറെ കാര്യം കേട്ടോ, ആദിലാനോട് അവിടെ മുട്ട ആര് ഉണ്ടാക്കുമ്പോഴേ പറയുന്നുണ്ട് ഇത് ആദിലയ്ക്കും നോറയ്ക്കും കൂടി ഉണ്ടാക്കുന്നതാന്ന് പറഞ്ഞിട്ടാ. അതൊക്കെ അനുമോള് അവർക്കും കൂടി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നും നമ്മള് കണ്ടില്ല. അവര് പറയണത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങള് അത് അവരാ രാവിലത്തെ ദേഷ്യം വെച്ചടിച്ചത് അനുമോളെടുത്ത്. അത് ആ കാര്യക്ക് വരുമ്പോ ഈ പറഞ്ഞ ശരി, അവര് രണ്ടാളുകൊണ്ട് ഒന്നാണല്ലോ വളരെ സ്ട്രോങ് ആയിട്ട് അത്രയും കമ്പനി ആയിട്ട് നിൽക്കണാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ എന്താ പറയാ, അവരെ കാര്യം വരുമ്പോ ആദിലി നോറയും ഭയങ്കര സ്ട്രോങ് ആ. അത് വീട്ടുകാർ തിരിച്ചറിയുന്നില്ല. ഇത് പൊട്ടും, എങ്ങനെ പൊട്ടും അറിയില്ല. ലാലേട്ടൻ വരുമ്പോ ആദില നൂറയിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ച ഓരോ പ്രവർത്തികളും അക്ക വിട്ട് നിരത്തിയ ഈ സീസണിലെ ഗെയിം ചേഞ്ചർ ആവുന്നത്. കാരണം ഇവര് രണ്ടുപേരും തമ്മിൽ, നൂറ് എങ്ങനെ അറിയാം, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നേരെ വാ നേരെ പോ, ചതി വഞ്ചന ഈ പരിപാടികളില്ല. ആദില നേരെ ഫ്ലിപ്പാ, മനസ്സിലായോ? അതില് ഗെയിം കളിക്കുകയാണ്. അതിലേക്ക് റിവെഞ്ച് ഉണ്ട്, ഗ്രഡ്ജ് ഉണ്ട്, എല്ലാ പരിപാടിയും അതിലേക്ക് ഉണ്ട്. അപ്പൊ ഈ ഫേസ് അവിടെ രണ്ടുപേർക്ക് കാണിച്ചു കൊടുത്താൽ അത് അടിപൊളിയായിരിക്കും. അത് മാത്രമല്ല പിന്നെ മറ്റവരിടയിൽ കാണിക്കാൻ നൂറയ്ക്ക് എന്താ പറയുക, നൂറയ്ക്ക് ഭയങ്കര മോശക്കേടുള്ള ഒരാളാണ്. നാലാളിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ബേബി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ എന്നുള്ളത് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് നൂറ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യം, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ. നോറ അതിലെടുത്തിട്ട് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് അനുമോളെ വരച്ച വരയിലാണ് നെവിൻ നിർത്തിയത്. വരച്ച വര, എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ചാടി. ചെറിയ കഷ്ണം ഉള്ളി എടുത്തത് എന്തൊക്കെയാണ് പറഞ്ഞത്. ഭാഗ്യം ലക്ഷ്മി കടന്നുറങ്ങിയുണ്ട്. ലക്ഷ്മി ആണെങ്കിൽ ഫുഡിന്റെ കേസിന് രണ്ട് വർത്താനം പറയുന്നിട്ട് അന്ന് ആരിന് ഫുഡ് കൊടുക്കാതെ പോയ പോലെ. ഞാൻ കരുതി ലക്ഷ്മി കിടക്കുന്നത് ഇടയിൽ വന്നിട്ട് ചിലപ്പോൾ ഒറ്റ വീട്ടിൽ കിടക്കാൻ പോകുന്നു. ഇല്ല, ഈ ലക്ഷ്മി അനീഷൊക്കെ ഒരേ ട്രാക്കാ. ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എനർജി സേവ് ചെയ്യണ മൂഡാണ്. പിന്നെ ഒരാളെ കിടന്നുറങ്ങും. മറ്റേ 8-10 മണിക്കൂർ ഉപയോഗമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വന്നാലൊക്കെ ഉള്ളൂ. അവർക്ക് ഈ നൈറ്റിൽ ഇത്രത്തോളം കാര്യമായിട്ട് ഈ സാധനങ്ങൾ കണ്ടന്റ് പോകുന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ തോന്നുന്നില്ല. പക്ഷെ ആ ഫുഡ് ഒരു എന്തും പറഞ്ഞ അനുമോള് പോയേ, എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന പറഞ്ഞ പോയ അനുമോളാ. നെവിൻ ചോദിച്ചപ്പോ ഒരു സാധനം കൊടുത്തില്ലല്ലോ. ആ വാശിയാണത്, ഒരു തരം വൃത്തികെട്ട വാശിയാ. രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ, നെവിനും ഉണ്ട് അനുമോക്കും ഉണ്ട്. ഞാനൊരു ഉള്ളി എടുത്തതിനാണ് ഇങ്ങനെ പറഞ്ഞിട്ട്. അല്ല, അത് കറക്റ്റ് കാര്യമാണ്. നെവിൻ ചോദിച്ചതും കറക്റ്റാ, ആദിലി നോറയും ചോദിച്ചത് കറക്റ്റാ. കാരണം അവരെടുത്തപ്പോ സമ്മതിക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു പറഞ്ഞ് പോയിട്ട് ഞങ്ങൾക്ക് കൂടിയും കിട്ടേണ്ട മുട്ട ഓക്കെ ഇൻഡിവിജ്വലാന്ന് വിചാരിക്കാം. ആ ഒരു ഫൈറ്റിന്റെ സമയത്തൊക്കെയാണ് ശരിക്കും സ്ത്രീ പുരുഷൻ എന്നുള്ള പരിപാടികൾ വരുന്നത്. ഞങ്ങളുടെ അയാൾക്കൊന്നും ചെയ്യാൻ വയ്യ, ഇവക്ക് കുത്താനും എല്ലാം ചെയ്യാനും അയാൾ തൊടുമ്പോഴേക്കും എന്റെ മേത്ത് തൊടും. മാത്രല്ല അനുമോള് എന്ന് പറഞ്ഞാൽ ആരാ, ബിഗ് ബോസിന്റെ മറ്റേ അമ്മായിയുടെ മോളൊന്നും അല്ലല്ലോ. ആ പാവ എടുത്തോണ്ട് ഡോള് തിരിച്ചു വെക്കണം 30 അതെടുത്ത് എന്താ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടാ വെച്ചത്. അത് മറ്റേ അമ്മാവിന്റെ മോനാണല്ലോ. ഏയ് ചേട്ടാ ഞാൻ കണ്ടന്റ് കൊടുക്കണ്ടേ, അപ്പൊ അതൊക്കെ ഒരു കണ്ടന്റ് ഒക്കെ ആക്കി എടുക്കണ്ടേ. പിന്നെ പേയ്മെന്റിന് തിരിച്ചെന്തായാലും കിട്ടണ്ടേ സാധനം, പാവെങ്കിലും അടിച്ചു മാറ്റണ്ടേ. പറയാൻ പറ്റോ, അതുമായിരിക്കും. ഞാൻ എന്തായാലും ഇവിടെ നിക്കണം, എനിക്ക് ആ കുറച്ച് സാധനം ഞാൻ കൊണ്ടോട്ടെ പറഞ്ഞിട്ട് അതുമായിരിക്കാം മേ ബി. ഓ അപ്പൊ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റോളർ കോസ്റ്റർ സാധനം അല്ലെ, എല്ലാം ഉണ്ടായിരുന്നു അതില്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചൊരു എഡ്ജ് കിട്ടിയതായിരിക്കും അറിയോ. അക്ബറിന് കരച്ചിൽ അക്ബറിന് കുറച്ചൊരു സാധനം എന്താ പറയാ. ഇപ്പൊ അനീഷ് PR റിവേഴ്സ് അടിക്കുന്നുണ്ട്, ഇത് കർമ്മയാണ്. ഇന്നലെ അനീഷേട്ടൻ കരഞ്ഞു നിന്നപ്പോ ഇവൻ അടിച്ച ഡയലോഗ് എന്ത് ഡ്രാമയാണ്, ഇന്ന് അവൻ കരഞ്ഞില്ല. അതാ ഈ അനുമോൾ PR-ഉം അനീഷ് PR-ഉം ഇത് കർമ്മയെന്ന് പറയുന്നത്. എടേ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം ജെനുവിൻ ആയിട്ടുള്ള കരച്ചിൽ ഏതാ നാടകം ഏതാന്നുള്ളത്. നിങ്ങൾ നമുക്കിട്ട് പഠിപ്പിക്കാൻ വരില്ലേ, എന്തൊരു ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞ കറക്റ്റാ, നീ കളിക്കില്ലെങ്കിൽ വേണ്ട, നീ മാറിക്ക്, നിന്റെ മേൽ തൊടണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പത്തിക്ക് തന്നെ മുന്നിൽ നിൽക്കും വേണം, കളിക്കും വേണം, എന്നാ ആരും തൊടാനും പാടില്ല. ശരിക്കും അനുമോൾക്ക് വേണ്ടി മാത്രം ഒരു ഗെയിം വെച്ചാൽ കുറെ കൂടെ നന്നാവും. നാളെ അതുകൊണ്ട്
ഇൻഡിവിജ്വൽ സാധനങ്ങൾ എന്തായാലും ഇനിയിപ്പോ കപ്പടിച്ച് ജയിക്കാൻ നേരത്തിൽ ലാലേട്ടൻ ആണായതുകൊണ്ട് കപ്പ് കയ്യിൽ നിന്ന് വാങ്ങില്ല എന്ന് പറയൂ, തൂക്കിയിട്ടിട്ട് ഞാൻ എടുത്തോണ്ട് ഓടാന്നൊക്കെ പറയുമോ? പറയാൻ പറ്റൂല, കാരണം ആണാണ്. വലിയ കപ്പല്ലത്. അപ്പൊ ഇനിയിപ്പോ താങ്ങാൻ പറ്റില്ല, അപമാനിക്കാണെന്നൊക്കെ പറയോ? അക്ബറിനോട് പറഞ്ഞിരിക്കുകയാണ്, നീ കപ്പെടുത്ത് നീ എങ്ങനെ കൊല്ലടാ, ഒരു കപ്പിന് വേണ്ടിട്ടാണോടാ നീ കൊല്ലണേന്ന് വെച്ചിട്ടേ അപ്പുറത്ത് പോയിട്ട് 3 പാവം പോയടാ, എന്റെ 3 പാവം പോയടാ. എന്തൊക്കെയാണ് പറഞ്ഞ് കരഞ്ഞു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. അല്ല, ഇതിന്റെ 3 പാവം അപ്പുറത്ത് മറ്റോ 3 പാവം എടുത്തപ്പോ കപ്പിന് വേണ്ടി പാവം എടുത്തു, ഇപ്പുറത്ത് 3 പാവം പോയപ്പോ കരയണ്. ഇപ്പൊ തന്നെ എടുത്ത് കപ്പ് തല്ലിലേക്കാൻ പോവാണോന്ന്. അതാണ് ആ കരച്ചില്. ഇത് അക്ബറിന്റെ കരച്ചിലും അനുമോളെ കരച്ചിലും വ്യത്യാസം വരുന്ന അവിടെ. നാട്ടുകാർക്ക് കാണുന്നവർക്ക് അത്യാവശ്യം അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന അവിടെ. അതായത് ആ കരച്ചിൽ എന്താ, ഈ കരച്ചിൽ എന്താ. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അക്ബർ ഈ സീസണിൽ ആദ്യമായിട്ട് അറിയണമെന്നുണ്ട്. കാരണം അത്രയും സാധനം കിട്ടിയിട്ട് മാത്രല്ല അത്രയും മോളിന്ന് ഒറ്റടിക്ക് മൂപ്പരെന്നെ പറഞ്ഞല്ലോ, ഒറ്റടിക്ക് അടിക്കത്തിടാന്ന്. പക്ഷെ അക്ബർ ഡൗൺ ആയിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോ അക്ബർ ആ ഗെയിമിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ, അക്ബറിന്റെ ഗെയിമിനോട്. കാരണം രണ്ടാമത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവറി പോയിന്റ് മാറ്റേഴ്സ് ആണ്. അത് ആര്യന് കൊടുത്ത് ശരിക്കും അക്ബറിന് അതൊരു കയ്യിൽ വെച്ചിട്ട് ഇന്നൊരു 10-20 പോയിന്റ് കയറി നാളെ ചിലപ്പോൾ നല്ലൊരു ഗെയിം അക്ബറിന് കളിക്കാൻ പറ്റുന്ന വന്നാൽ ചിലപ്പോൾ കയറി പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഫുൾ ആര്യനാണ് കൊടുക്കുമ്പോൾ നാളെ പ്രശ്നം എന്താണെന്ന് അറിയോ? നാളെ ഇനിയിപ്പോൾ ആര്യനും അക്ബറും എല്ലാവരും കൂടി അത് നോക്കി പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്താ പറയുക, കാര്യങ്ങളും പറഞ്ഞ് മൂപ്പരെ ഡൗൺ ആക്കി പിന്നെ കളിച്ചൊന്നും ഇല്ലാതെ എല്ലാം കൂടെ ഇപ്പൊ എന്നാ വേണ്ടാവുന്നുണ്ടാവും. അത് മാത്രല്ല, ഒരു ട്രോമ കാണും. ഒരു ആണിന് ഈ ട്രോമയൊന്നും ഇല്ലാത്ത കാര്യമൊന്നുമല്ല, പെണ്ണിന് മാത്രമൊന്നുമില്ല ട്രോമ ഉള്ളത്. ബസ്സിന്റെ കാര്യം നമ്മളാണുമ്പോ നമുക്കത് അറിയാം, നമ്മള് എങ്ങനെയല്ലോ ലേഡീസിന്റെ അടുത്തിരിക്കുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവും. അത് മാത്രല്ല ആ പെൺകുട്ടി ഒന്നുകൂടി ഇങ്ങനെ പറയും കൂടെ ചെയ്യുമ്പോ എന്തായാലും ധൈര്യം ഉണ്ടാവില്ല. അത് മാത്രല്ല, അയാൾക്ക് പുറത്താണെങ്കിൽ കല്യാണം കഴിക്കാനുള്ള അയാളെ കല്യാണം വരാൻ പോണേ, കല്യാണം നിശ്ചയിച്ചു അതൊന്ന് ചതിച്ചാണ് മുന്നേ ഭാര്യ ഇട്ടിട്ട് പോകുന്നുള്ളത്. അപ്പൊ എന്താ പറയാ, അപ്പൊ എന്താ പറയാ, ആ ട്രോമ മനസ്സിലുണ്ടാവും അയാൾക്ക്. പിന്നെ മുന്നോട്ട് അയാൾ നോക്കുന്നതല്ലോ, ഇത് ക്യാമറ ആംഗിളിൽ ഏത് രീതിയിൽ പോകും, ഞാൻ ബസ്സിൽ നിക്കണ പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്ത് അത് പുറത്തെങ്ങനെ പോകണ്ടാവുക എന്നുള്ള അറിയില്ലല്ലോ. ചിലപ്പോ ഈ പറഞ്ഞൊന്നും കാണിക്കൊന്നും ഇല്ലാതെ അത് മനസ്സിൽ ഷോക്കാണ് ഉണ്ടാവുക. അത് ട്രോമ അടിക്കും, അത്രയും ട്രോമ. അല്ല ഒരിക്കലും അല്ലാതെ ഒരാളത് തുപ്പൊന്നുമില്ല. അക്ബർ തുപ്പൊക്കെ പറയാൻ കിട്ടാഞ്ഞിട്ട് പലതും വിളിച്ച് പറയണമെന്നുണ്ടാവും, പക്ഷെ പറയാൻ കിട്ടാത്തതുകൊണ്ടേ അതുകൊണ്ടാണ് ഈ തുപ്പലൊക്കെ പേര്. ശരിക്കുണ്ടല്ലോ ഈ അനുമോളൊക്കെ പോയി പെടേണ്ടതേ സിദ്ധാർത്ഥ് ശുക്ലേന്റെ കയ്യിലായി. അയാളുള്ള സീസണിലായിരുന്നു ഇവളൊക്കെ പോയി പെടേണ്ടത്. ഹിന്ദിയില് സിദ്ധാർത്ഥ് ശുക്ല ഉള്ള പോലെ ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ വുമൺ കാർഡ് ഇങ്ങനെ കീറി മുറിച്ച് സിദ്ധാർത്ഥ് ശുക്ല ഉണ്ട് മോളെ ഒരു സാധനം അടിച്ചിട്ട് നമ്മളെ സൽമാൻ ഖാന്റെ മുന്നിൽ ഇരുത്തി ഒരു സാധനം കൊടുത്തിരുന്നു ഈ വുമൺ കാർഡിനെ കുറിച്ചിട്ട്. ഭയങ്കര വൈറൽ കട്ടാണ്. എന്റെ വീട്ടില് ആണ് പെണ്ണെന്നില്ല, ഫൈറ്റ് ചെയ്യണോ രണ്ടും ഫൈറ്റ് ചെയ്തോ, സോറി പറയണോ, പെണ്ണാളിനോട് പറഞ്ഞ ആള് പെണ്ണിനോട് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തോണ്ട് കിണ്ണം സാധനം അതൊക്കെയാണ് തീ ഐറ്റം. നെവിൻ പറയണത് ആരും അങ്ങോട്ട് എടുക്കണില്ല, പക്ഷെ നെവിൻ നല്ല കുറെ പറയുന്നുണ്ട്. എന്താ നെവിൻ പറഞ്ഞെടുക്കാത്തറിയോ? ഓൻ രണ്ടും പറയാണേ. ഒരു സൈഡില് വൃത്തികേടും കാണിക്കും, ഇപ്പുറത്ത് കാര്യവും പറയും. പിന്നെ ഓൻ എങ്ങനെ എടുക്കും? ഓൻ തന്നെ പറയും ഓൻ കള്ളനാണെന്ന് പറയും, ഓൻ തന്നെ മറ്റവും ചെയ്യും. ഇന്നിപ്പോ മറ്റേ സാബു മോന്റെ അടിച്ചു മാറ്റി കണ്ടില്ലേ? നെവിനെ എങ്ങനെ എടുക്കാൻ പറ്റും? നെവിന്റെ ക്രെഡിബിലിറ്റി എന്താ? 0 ആണ്. ഇന്നിപ്പോ അനുമോൾ എത്രയൊക്കെ എല്ലാം വേസ്റ്റ് ആയില്ല. അനുമോൾ ആ ഒരു മറ്റേ സെക്സിസ്റ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ആ സാധനം അടിച്ചോടുകൂടി എല്ലാം പോയില്ലേ? എല്ലാം പോയി. നെവിന്റെ സർവത്ര സാധനവും പോയി. ആ സാധനം അനുമോൾക്കെതിരെ അടിക്കാനുള്ള സാധനങ്ങളൊക്കെ പോയി. കാരണം അനുമോൾ ചെയ്തൊന്നും അല്ലാത്തൊരവസ്ഥ. കാരണം ഒരു ഇപ്പൊ നേരത്തെ അക്ബറിന് എങ്ങനെയാണോ അനുമോള് പറഞ്ഞത് ഹേർട്ട് ആവുക, ഇത് അനുമോള് കേട്ടിട്ടുണ്ടെങ്കിൽ അനുമോള് തൂങ്ങി ചാവും ചിലപ്പോ. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമില്ല. നമ്മള് നേരത്തെ അനുമോള് അക്ബറിനെ പറഞ്ഞ പോലത്തെ അതിലും മോശമാണ്. ഞാൻ പറയുമ്പോ അതുക്കും മോളില് അതിലും മോശം, അതിലും വേസ്റ്റ് സാധനമാണത്. അതും പുറത്തത്തെ കാര്യമാണ്. അത് വളരെ വളരെ വൃത്തിയായിട്ടുള്ള സാധനമാണ് അടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യം വരുമ്പോ ഒരിക്കലും നെവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ രണ്ടാളും വായന്ന് മാത്രമേ. അതേ പറഞ്ഞു, രണ്ടും ഒരു കോയിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള പോലെയാണ് രണ്ടുപേരും അങ്ങനെ. നെവിൻ ഒരു പൊടിക്ക്, പിന്നെ ഇങ്ങനത്തെ ഈ വൾഗർ സാധനങ്ങൾ പറയുന്നതിൽ ഒരു പൊടിക്ക് മുകളിലുമാണ്. കുൽസിത സാധനം പറഞ്ഞ് ഒരാളെ ഡൗൺ ആക്കണേല് അനുമോള് മുകളിലാണ്. അതെ, രണ്ടും അങ്ങനെയാണ്. രണ്ടിനെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഇനി പറയാനുള്ള ആൾക്ക് വയ്യ, ഇങ്ങനെ പറയുന്നത് പറഞ്ഞാലും ഞാൻ എപ്പോ പറഞ്ഞു
പറഞ്ഞോടി പറഞ്ഞോടി. ലാലേട്ടന് മുന്നിൽ പോലും മൂപ്പത്തി കണ്ടില്ല, ഒന്നും സംഭവിക്കില്ലല്ലോ, നിന്ന് ന്യായീകരിക്കല്ലേ ചെയ്യാ. അത് നമ്മളെ ഷാനിക്കാരന്റെ മാതിരി തന്നെയാണ്, നിന്ന് ന്യായീകരിക്കുക. ഇനിയിപ്പോ ലാലേട്ടനല്ല നമുക്ക് വന്നിട്ടും കാര്യമില്ല, ആരും ഒന്നും കാര്യമില്ല. ഞാനിപ്പോ പറഞ്ഞു അതിലെ മുഖത്ത് നോക്കും, നൂറിന്റെ മുഖത്ത് നോക്കും, തന്നെ ഉണ്ടാവാൻ പോണത്. ഈ ക്ലിപ്പൊക്കെ കാണിക്കില്ല, അക്ബറിനെ പറഞ്ഞതൊക്കെ ശരിക്കും ശരിക്കും കാണിക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, നാളെ ടുമോറോ